വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. മത്തായി 7-ാം അധ്യായം 17-ാം വാക്യം. നമുക്കറിയാം അത്തിപ്പഴം കഴിച്ച് നാം ഒരിക്കലും മരിച്ചു പോകില്ലെന്ന്. തെങ്ങിൽ നിന്നുളവാകുന്ന തേങ്ങയോ പ്ലാവിൽ നിന്നുളവാകുന്ന ചൊക്കയോ കഴിച്ച് നാം ഒരിക്കലും മരിച്ചു പോകില്ലെന്ന്. എങ്കിലും അളവിൽ കൂടുതലായാൽ അമൃത് പോലും വിഷമാണ്. തേൻ പോലും നമ്മുടെ മരണത്തിന് ഇടയാക്കിയേക്കാം. ഈശോയെ നോക്ക്, പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നോക്ക്. അവരെന്നും നന്മയുടെ നിറകുടങ്ങളാണ്. നന്മയാൽ പൂരിതമാണവർ. അവർ നമ്മെ നന്മയിലേക്ക് നയിക്കുന്നു. ഒരിക്കലും ഒരു നല്ല വൃക്ഷം ഒരു ഉപദ്രവവും നമുക്ക് ഉണ്ടാക്കുന്നില്ല. ഒരു തിന്മയും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ചീത്ത വൃക്ഷം ഒരിക്കലും ഒരു നന്മ നമുക്ക് നൽകില്ല. ചീത്ത വൃക്ഷം എന്നും നമുക്ക് തിന്മ മാത്രമാണ് നൽകുന്നത്. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറയുന്നത്. കുഞ്ഞു കുഞ്ഞു നൊമ്പരങ്ങൾ ഉണ്ടായേക്കാം, എന്നാൽ അത് നമ്മെ വിശദീകരിച്ച് നിത്യജീവനിലേക്ക് നയിക്കുന്നു. എന്നാൽ പിശാചിനെ നോക്ക്, പിശാച് ഒരിക്കലും നമുക്ക് നന്മ ചെയ്തു തരില്ല. പിശാച് ഒരിക്കലും നന്മയുള്ളവനല്ല. പിശാചിനോട് നന്മ ചെയ്യാൻ പറഞ്ഞാൽ അതാണ് വളരെ അസഹനീയമാണ്. അവൻ ഒരിക്കലും നന്മ പ്രവർത്തിക്കില്ല. നമുക്ക് പിശാചിനാൽ സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മെ തിന്മയിലേക്കാണ് നയിക്കുന്നത്. തിന്മയാൽ പൂരിതനാണ് പിശാച്. പിശാചിന്റെ തിന്മ പ്രവർത്തികൾ നമ്മിൽ ഫലമണിയും. പിശാച് നൽകുന്ന സന്തോഷ നിമിഷങ്ങളിൽ നാം തിന്മയുടെ പാതയിലൂടെയാണ് നടക്കുന്നത്. അതിനാലാണ് ഈശോ ഇങ്ങനെ പറയുന്നത്. നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു, ചീത്ത വൃക്ഷം ചീത്ത ഫലവും. മത്തായി 7-ാം അധ്യായം 17-ാം വാക്യം.